തലക്കാവേരി അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ വന്ന് നിൽക്കുന്നത് ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്താണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും. നമ്മൾ വന്ന സെയിം സ്ഥലത്ത് തന്നെ വരിക എന്നുള്ളത് ഭയങ്കര ഒരു അനുഭവമല്ലേ. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഇവിടുന്ന് ഏകദേശം പാർക്ക് ചെയ്തിട്ട് നമുക്കൊരു 300 മീറ്ററോളമേ നമുക്ക് നടക്കാൻ വേണ്ടിയുള്ളൂ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തേക്ക്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. നല്ല മനോഹരമായിട്ടുള്ളൊരു എൻട്രൻസ്. നൈൻ മപ്പ മൊണാസ്ട്രി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ കാണുന്ന ഇവരാണ്, ഈ മോങ്സ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഭയങ്കര ഭംഗിയുള്ള ഒരു തിബറ്റൻ ക്ഷേത്രം. കയറി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ മാർക്കറ്റൊക്കെയാണ് വരുന്നത്. പപ്പ ഭയങ്കര സ്ലോ റൈഡറാണ് കേട്ടോ. ഇപ്പോൾ അവരുടെ താമസിക്കുന്ന സ്ഥലങ്ങൾ, അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ആയിരിക്കാം ഇത്. പിന്നെ അവിടെ ഒരു കഫേ, അതിൻ്റെ അടിയിൽ മുഴുവൻ ഷോപ്പുകളാണ് കേട്ടോ. പിന്നെ മെയിൻ മൊണാസ്ട്രിയിലോട്ടുള്ള എൻട്രൻസ് ഇതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ കാണുന്നതാണ് മെയിൻ ടെമ്പിൾ കേട്ടോ. ഇതിൻ്റെ ഗാർഡനും ഇതുമെല്ലാം നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ വന്നു കഴിയുമ്പോഴേ ഇവിടെ ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ട്. 1, 2, 3 വാതിലുകളാണ് കേട്ടോ മെയിൻ ഫ്രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അവരവരുടെ ഭാഷയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സെയിം തന്നെ എല്ലായിടത്തും എഴുതിയിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. അവരെ കുറച്ച് ഇങ്ങനെ വരച്ചിട്ടുള്ള ഇവരുടെ ദേവന്മാരോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഇങ്ങനെയാണ് അതിൻ്റെ ടെമ്പിളിൻ്റെ ഉള്ളിലെ എൻട്രൻസ് വരുന്നത്. ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി കുഴപ്പമില്ല കേട്ടോ. പക്ഷേ നമുക്ക് ചെരുപ്പ് അവിടെ ഫ്രണ്ടിലൊരു സ്ഥലമുണ്ട്, അവിടെ നമ്മൾ അയച്ചു വെക്കണം. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഓൾറെഡി 5 വർഷം മുമ്പ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന് മാറ്റമൊന്നുമില്ല, സെയിം തന്നെ. അവർ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവരുടെ ഒരു എന്താ പറയണ്ടേ, നമ്മൾ പള്ളിയിലൊക്കെ പോകുന്ന പോലെയുള്ള ഒരു സ്ഥലം. ടിബറ്റൻ ടെമ്പിളിനുള്ളിൽ ടെമ്പിൾ ഓഫ് സൈലൻസ് ആണ്. ഇപ്പോൾ കുറേ ആൾ കൂടുമ്പോൾ കുറേ ഒച്ചയൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനുള്ളിൽ അവർ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം മൊണാസ്ട്രി ആണല്ലോ. അപ്പം ഏറ്റവും മാക്സിമം സൈലൻ്റായിട്ട് തന്നെ ആൾക്കാർ ഇരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ചെരുപ്പ് മൊണാസ്ട്രിക്കുള്ളിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് ചെരുപ്പ് സൈഡിൽ അയച്ചു വെക്കണം. അതിന് ഒരു ചെരുപ്പിന് ഒരു ജോഡിക്ക് 3 രൂപയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ സൗകര്യമുണ്ട്. അപ്പോൾ അയാളെ ഏൽപ്പിക്കുക. അയാൾ നമുക്കൊരു നമ്പർ തരും, ആ ബാസ്ക്കറ്റിൻ്റെ നമ്പർ വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ കയറിയിട്ട് തിരിച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്കും അതെടുത്ത് തരുന്നതാണ്. മടിക്കേരിയിൽ എപ്പോൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കുശാൽ നഗറിലെ ഗോൾഡൻ ടെമ്പിളിൽ ഞാൻ വരാറുള്ളതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ. നല്ല റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്. 2 പേരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി. അവർ നമ്മളോട് ഫോട്ടോ എടുക്കാൻ വേണ്ടി സമ്മതിച്ച് നിന്ന് തന്നു. താങ്ക് യു. ഭയങ്കര സന്തോഷം കേട്ടോ അവർക്ക് ഫോട്ടോ കൂടെ നിന്നിട്ടൊരു ഫോട്ടോയൊക്കെ എടുക്കുന്നതേ. നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കുള്ള വേറൊരു അമ്പലം കേട്ടോ. ഇവിടെ ഇതിനുള്ളിൽ തന്നെ ഉള്ളൊരു കഫേയാണ് കേട്ടോ ഇത്.
4 ലെമൺ സോഡ കുടിച്ചതിന് 280 രൂപ. കണ്ട് ഇവിടെ എല്ലാ സാധനങ്ങളുടെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു ലെമൺ ജ്യൂസേ, ഉപ്പും സോഡ ഇട്ടിട്ടുള്ള ലെമൺ ജ്യൂസും ഉണ്ടോ? ഇത് വേറെ ലെവൽ സാധനം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ബാഗുകൾ, കീ ചെയിനുകൾ, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഗോൾഡൻ ടെമ്പിളിൻ്റെ പാർക്കിങ്ങിന് അവർ കാറിന് ചാർജ് ചെയ്യുന്നത് 40 രൂപയാണ്. പല വണ്ടികൾക്കും പല പൈസയാണ് കൊടുക്കേണ്ടത്. ബൈക്കിന് ഒരു ചാർജ്, വാനിന് ടെമ്പോ ട്രാവലറിന് വേറൊരു ചാർജ്, ബസ്സിന് വേറൊരു ചാർജ്, അങ്ങനെയാണ്. നമുക്ക് കാറിന് അവർ 40 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഒത്തിരി വ്ളോഗുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഞാൻ ഗോൾഡൻ ടെമ്പിളിൽ വന്ന വ്ളോഗ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഗോൾഡൻ ടെമ്പിളിൻ്റെ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. മറ്റൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.